ഹലോ ഫ്രണ്ട്സ്, എങ്ങനെ പോകുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമുക്ക് വെയ്റ്റ് ലോസിൻ്റെ പുതിയ പുതിയ തുടക്കങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എല്ലാവരും ചെറിയ രീതിയിൽ നടക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനും അങ്ങനെ തന്നെ ചെറിയ ചെറിയ ഫുഡിൽ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി. ധാരാളം വെള്ളം കുടിക്കാൻ തുടങ്ങി. വെള്ളം 2 ലിറ്റർ എബോവ് നന്നായിട്ട് കുടിക്കണം എല്ലാവരും. ഞാനിപ്പോൾ 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലുണ്ട്. അതിൽ മാക്സിമം 2 ബോട്ടിൽ കുടിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ 1.5 അതായത് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കും. ഇപ്പോൾ എൻ്റെ വെയിറ്റ് 115.9 കറണ്ട് വെയിറ്റ്. എൻ്റെ വെയിറ്റ് വളരെ കൂടുതലാണ്. പക്ഷേ ഞാൻ കഴിഞ്ഞ മാസം വരെ നല്ല പോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതിലെത്തിയതെന്നുള്ളതാണ്. ജനുവരിയിൽ ഞാൻ 120 ഉണ്ടായിരുന്നു. പയ്യെ പയ്യെയാണ് ഞാൻ കുറച്ച് തുടങ്ങുന്നത്. ഇപ്പം ഏകദേശം 4 സംതിങ് കിലോ കുറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ഈ ബോട്ടിലാക്കി വെച്ചേക്കും, നിറയെ കുടിക്കും എപ്പോഴും. പിന്നെ നമ്മൾ കുറേയൊക്കെ നമ്മളുടെ ഇഷ്ടാഹാരങ്ങളും കഴിക്കണം. എന്ന് വെച്ച് ഫുള്ള് ജങ്ക് ഫുഡിലാകരുത്. വീക്കെൻഡോ വല്ലതും നമ്മൾ ഫാമിലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് ഔട്ടിങ്ങൊക്കെ ഉണ്ടല്ലോ, അപ്പോഴോ ഒക്കെ കഴിക്കാം. എപ്പോഴും മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കണം. നമ്മുടെ ഹാപ്പി ബ്രെയിനാണ് നമ്മളെ എല്ലാ ഹാപ്പി കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ വീഡിയോ എടുക്കാൻ അല്പം ലേറ്റായി. ഇന്നലെ അല്പം ഔട്ടിങ്ങൊക്കെ ആയിരുന്നു. മൂവിക്കൊക്കെ പോയി. തുടരും മൂവി കണ്ടു. നല്ല പടമാണ്. നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കണം. വീക്കിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ നമ്മുടേതായ സമയം കണ്ടെത്തണം. ഫാമിലിയായിട്ട് പോകാൻ പറ്റുന്നവർ പോവുക. അങ്ങനെ പോകാൻ സാധിക്കാത്തവർ ഒരുപാട് പേരുണ്ട്. ഒറ്റയ്ക്ക് പോവുക, സെൽഫ് ഡേറ്റിംഗ് നടത്തുക. നമ്മൾ ഒറ്റയ്ക്ക് പോവുക, സന്തോഷം കണ്ടെത്തുക. എപ്പോഴും വീട്ടമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. വർക്കിംഗ് വുമൺസിൻ്റെ കാര്യമല്ല പറഞ്ഞത്. അവർക്ക് അവരുടേതായ തിരക്കുകൾ കാണും. ആ തിരക്കുകളെല്ലാം കഴിയുമ്പോൾ വീക്കിൽ എപ്പോഴേലും സാഹചര്യം പോലെ പോവുക. കാരണം വീട്ടമ്മമാരെന്ന് പറഞ്ഞാൽ വീടുകളിൽ തന്നെ അടച്ചിരിക്കുന്ന വീട്ടമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനും അങ്ങനെയാണ്. വീട്ടിലെ ജോലി അത് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പുറത്ത് പോകാനൊക്കെ ഒരു സമയം കണ്ടെത്താൻ മടിയായിരിക്കും. പക്ഷേ പോയി നമ്മുടേതായ സന്തോഷമൊക്കെ കണ്ടെത്തണം. ഓക്കെ. ഇനിയും നമുക്ക് വെയ്റ്റ് ലോസിൻ്റെ കാര്യം പറഞ്ഞാൽ ഉറക്കവും വെള്ളം കുടിയും എല്ലാം ശരിയായി എന്ന് തോന്നുന്ന സമയം മുതൽ നമുക്ക് നല്ലപോലെ ഫുഡിൽ കൺട്രോൾ വരുത്തണം. പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുന്നവർ ഒഴിവാക്കണം. എനിക്ക് ഒരു നേരമെങ്കിലും ഒരു കട്ടൻ കാപ്പി മധുരമിട്ട് കുടിക്കുന്ന ഒരു ശീലമുണ്ട്. ഇനി അതും കൂടെ ഞാൻ ഒഴിവാക്കണം. നിങ്ങളും അത് ഒഴിവാക്കുക. പഞ്ചസാരയുടെ ഉപയോഗം കഴിവതും, എനിക്കാണെങ്കിൽ കേക്ക് പേസ്ട്രീസൊക്കെ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് കാണുമ്പോൾ സത്യം എനിക്ക് നല്ല കൊതിയാണ്. ഐസ്ക്രീം ഇതൊക്കെ നമുക്ക് ദോഷമാണ്. പക്ഷേ അത് കൺട്രോൾ വരുത്തണമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇപ്പം ബെറ്ററാണെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ ആ കാര്യത്തിൽ. നിങ്ങളും അതുപോലെ ഫുഡ് ക്രാവിങ്സ് അത് നമുക്ക് അതിൻ്റെ ഷുഗർ കണ്ടൻറ്റ് കൂടിയതിനോടുള്ളത് കുറയ്ക്കുക തന്നെ വേണം. എന്ന് ഞാൻ ഒരു പേസ്ട്രി കഴിച്ചോ പിറ്റേ ദിവസം എനിക്ക് 1 kg കൂടുതലായിട്ട് തന്നെ കാണിക്കും. എൻ്റെ ബോഡി അങ്ങനെ ആയിരിക്കും. എല്ലാവർക്കും മധുരം നല്ലതല്ല. എല്ലാവർക്കും മധുരം അഴുക്കാണ്. പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 3 കാര്യമായി: ഉറക്കം, വെള്ളം കുടി, പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. പിന്നെ നടത്തം അതെന്നും വേണം, എപ്പോഴും വേണം. എനിക്ക് കാലിനൊക്കെ പ്രോബ്ലം ഒരുപാടുണ്ടായിരുന്നു. നീര് അത് കാരണം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം നീരൊക്കെ കുറഞ്ഞു വരുന്നു. എന്നാലാവുന്ന രീതിയിൽ മുറ്റത്തൂടെയും വീട്ടിലൂടെയും അമ്പലത്തിൽ പോയും ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പയ്യെ പയ്യെ അത് കൂട്ടണം, സമയം കൂട്ടണം. അപ്പം നമുക്ക് മധുരത്തിൻ്റെ കാര്യം അടുത്ത ദിവസത്തെ ചർച്ചയാക്കാം. ആരൊക്കെ മധുരം കുറച്ചു എന്ന് എന്നോട് കമൻറ്റിലൂടെ പറയണം. ഇനിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ. സ്നേഹം മാത്രം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. എല്ലാവരും ആഹാരം ശ്രദ്ധിക്കുക. നന്നായി ഉറങ്ങുക. നന്നായി വെള്ളം കുടിക്കുക. ഓക്കെ, ബൈ.